നമ്മൾ ഇന്നത്തെ തോരൻ ഇതാണല്ലോ, കാവേരിക്കായി ഇടേണ്ട കുറച്ച് കാണിച്ചു തന്നിട്ടേ. ഒട്ടും വേവില്ലാത്ത ഇതാണ് ഈ കാവേരിക്കായി. ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് ഒരു വെള്ളം തിളപ്പിച്ചു. എന്നിട്ട് ആണ് കായിട്ട് തിളക്കുമ്പോൾ അപ്പോൾ തന്നെ വെന്ത് ഇതാണ്ടല്ലേ. തിളക്കുമ്പോൾ ഇതിലിട്ട് കായിട്ട് തേങ്ങ, വെളുത്തുള്ളി, കാന്താരി മുളക് എല്ലാം ഇട്ടിനില്ലേ. അപ്പോൾ നമ്മൾ വെള്ളരിക്ക പുളിശ്ശേരി, മുരിങ്ങാക്കോലും പുളിശ്ശേരിയായി. ഇത് ഇങ്ങനത്തെ കറി ഇതാണ്. തോരനിലത്ത് കടുവും പൊട്ടിച്ചു കറിയായതായി. നമ്മൾ ഇന്നത്തെ കറി ഇത് റെഡിയായി. മീൻ കിട്ടിയെങ്കിലും മീനും കറി ആയാൽ ആയി. തോരനുണ്ട്. നല്ല വെയിലാണ് ഇന്നും. രാവിലെ തണുപ്പും വെയിലും. എല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. എന്നെല്ലാം നമ്മുടെ മീൻ കൂടിൽ വെക്കേണ്ട തീറ്റ ഉണ്ട്. ദിവസം ഇങ്ങനെ മൈദയും കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് കുഴച്ച് കൊടുക്കും. ഉണ്ടയാക്കിയിട്ട് കൊടുക്കണം. ഇത് ഉണ്ടല്ലേ, ഇത് നല്ലോണം ഞരടിയിട്ട് ഉണ്ടയാക്കിയിട്ട് കൊടുക്കണം കൂടിൽ വെക്കാൻ. അത് മീനിൻ്റെ ആഹാരം. നമ്മൾ നല്ല പച്ച കടല എരിഞ്ഞിട്ട് കഞ്ഞിയുടെ വെള്ളം കൊണ്ട് വയ്ക്കാൻ വന്നതാണ്. അല്ലേ, വെള്ളം ദിവസം ഒഴിച്ചു കൊടുക്കുക. അതിൽ ഒഴിച്ചു കൊടുത്തു കുത്തിയിൽ താത്തു കൊടുത്താൽ വേണ്ടല്ലേ. ചീന്തോറ് നമുക്കതിൽ വേണമെങ്കിൽ ഇടാം. ഇത് നമുക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് ഇനി വേറെ ഒന്ന് ആക്കാം ഉണ്ടല്ലേ. ഇനി നാളത്തെ വെള്ളം കൂടി വെച്ചാൽ കണക്കാവും വെള്ളം. സീനപ്പൂ എത്രണ്ണ പിടിച്ചെന്നൊക്കെ ഒരു രസമാണ്. ഇതെല്ലാം പുതിർന്ന പോലെ ഇതാണ്ട്. ഇതുപോലത്തെ പൂ ആക്കണം എനിക്ക്.